നമസ്കാരം. 2021 ഓഗസ്റ്റിൽ താലിബാൻ അഫ്ഗാനിസ്ഥാനിൽ അധികാരത്തിലേറി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവർ അവരുടെ തനി നിറം പുറത്തെടുത്തിരുന്നു. ശരീഅത്ത് നിയമം രാജ്യത്ത് നടപ്പിലാക്കാനുള്ള എല്ലാ സൂത്രപ്പണികളും താലിബാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അത് ഏറ്റവും അധികം ബാധിച്ചതാവട്ടെ സ്ത്രീകളെ തന്നെയായിരുന്നു. വിദ്യാഭ്യാസം, തൊഴിൽ, അഭിപ്രായ സ്വാതന്ത്ര്യം, വസ്ത്രധാരണം, അങ്ങനെ സകലതിനു മേൽ താലിബാന്റെ കടിഞ്ഞാൺ വീഴുന്ന കാഴ്ചയായിരുന്നു. ലോകത്തിന് തന്നെ വലിയ ആശങ്ക സമ്മാനിച്ച ഒരു നടപടികളായിരുന്നു താലിബാന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഇപ്പോഴിതാ സംഗീതം ഹറാമാക്കിയിരുന്ന ആ നാട്ടിൽ സംഗീതം തന്നെ ആയുധമാക്കി സോഷ്യൽ മീഡിയയിൽ ലാസ്റ്റ് ടോർച്ച് എന്ന പേരിൽ ഒരു സംഗീത പ്രസ്ഥാനം തന്നെ ആരംഭിച്ചിരിക്കുകയാണ് കാബൂളിൽ നിന്നുള്ള 2 മുസ്ലിം പെൺകുട്ടികൾ. ഇത് തങ്ങളുടെ ജീവൻ പോലും നഷ്ടപ്പെടുത്തിയേക്കാം എന്ന് ആ സഹോദരിമാരിൽ ഒരാൾ ഗാനം ആലപിക്കും മുൻപ് റെക്കോർഡ് ചെയ്ത വീഡിയോയിൽ പറയുന്നുമുണ്ട്. ഇവർ പാട്ടുകൾ പാടി വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടാണ് താലിബാനെതിരായി, അവരുടെ ഭരണകൂടത്തിനെതിരായി പ്രതിഷേധം പുറം ലോകത്തെ അറിയിക്കുന്നത്. പൂർണ്ണമായും ശിരസ് മൂടിക്കൊണ്ട് അവരുടെ മുഖം വ്യക്തമാക്കാത്ത രീതിയിൽ തന്നെയാണ് ഇവർ ഈ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. ഫേസ്ബുക്കിലൂടെയും വാട്സാപ്പിലൂടെയും അത് ലോകം മുഴുവൻ ഇപ്പോൾ പടർന്ന് പന്തലിക്കുകയാണ്. അവർ ആലപിച്ച കവിതകളിലൊന്ന് അന്തരിച്ച നാദിയ അഞ്ജുമാന്റെ കവിതയായിരുന്നു. 1996 ആദ്യ താലിബാൻ അധിനിവേശത്തെ കുറിച്ച് എഴുതിയ ഒരു പെൺ കവിത, അതിനെതിരെ പ്രതിഷേധിച്ച ഒരു പെൺ കവിതയായിരുന്നു അത്. എൻ്റെ വായിൽ വിഷം നിറയ്ക്കുമ്പോൾ ഞാൻ എങ്ങനെ തേനിനെ കുറിച്ച് സംസാരിക്കും, അയ്യോ എൻ്റെ വായ ക്രൂരമായ മുഷ്ടി കൊണ്ട് തകർക്കപ്പെടുന്നു എന്നതായിരുന്നു ആ കവിതയുടെ വരികൾ. ഈ വരികൾ തന്നെയാണ് ഇപ്പോൾ ഈ സഹോദരിമാർ വീണ്ടും ഏറ്റുപാടുന്നത്. അതിനൊപ്പം തന്നെ മറ്റ് പല കവിതകളും അവർ എഴുതുന്നുണ്ട്. ഇതിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് ഈ താലിബാനെതിരെയുള്ള പ്രതിഷേധമാണ്. തങ്ങളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും വ്യക്തി സ്വാതന്ത്ര്യത്തിനും മേൽ കൈ കടത്തിയ താലിബാനോടുള്ള വലിയ പ്രതിഷേധം സംഗീതത്തിലൂടെയാണ് ഈ പെൺകുട്ടികൾ അറിയിക്കുന്നത്. എന്തായാലും വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വൈറലാണ്. പ്രേക്ഷകർക്ക് കാണുന്നതിന് വേണ്ടി ഈ വീഡിയോ ദൃശ്യം ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ നൽകിയിട്ടുമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളം.